1940-50 കാലഘട്ടങ്ങളിൽ, അതായത് അലക്സാണ്ടർ ചൂളപ്പറമ്പിൽ ബിഷപ്പിൻ്റെ കാലത്ത് വിശാഖന്തറ മത്തായി സാറിനെ വിവാഹത്തോടനുബന്ധിച്ച് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഈ പുറത്താക്കൽ നടപടികൾ ആദ്യമായി സഭയിൽ ആരംഭിച്ചത്. എന്നാൽ 1950 ചൂളപ്പറമ്പിൽ മെത്രാനും ഒരു മത്തായി സാറുമായിട്ടുള്ള വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ അന്ന് അവർ തമ്മിൽ തിരുവനന്തപുരത്ത് വെച്ചുണ്ടായ എന്തോ ഒരു പ്രശ്നം, വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കല്യാണം ചൂളപ്പറമ്പിൽ മുടക്കിയിട്ട് പറഞ്ഞ് അദ്ദേഹം വിവാഹം കഴിച്ചൊരു ലത്തീൻകാരത്തി പെണ്ണായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ് ഇവിടെ വെച്ച് ഈ കല്യാണം നടത്താൻ പറ്റുകയില്ല, ഇത് തെക്കുംപാർക്കുള്ള രൂപതയാണ് എന്ന് പറഞ്ഞു. മത്തായി സാർ ചോദിച്ച്, ഇതുവരെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ലല്ലോ, ധാരാളം പേര് ചേർന്നില്ല, ഇന്ന് മുതൽ അങ്ങനെയാണ് എന്ന് ഞാൻ പറയുന്നു എന്നാണ് ചൂളപ്പറമ്പിൽ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ അവിടെ നിന്ന് പറഞ്ഞു വിടുമായിരുന്നു. കുടുംബത്തെ വിളിച്ച് പറഞ്ഞ് നിങ്ങൾ ഇവനെ പറഞ്ഞു വിട്ടേക്കണം. എന്നിട്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് ഓടിച്ച് ചേർത്തല പോയാണ് പുള്ളിയുടെ കല്യാണം നടത്തി. പിന്നെ ആ മത്തായി സാറിനെ വീട്ടിൽ പോലും കയറ്റിയിട്ടില്ല. മത്തായി സാറ് ചരിത്രം വീട്ടുകാരോട് പറഞ്ഞപ്പോഴത്തേക്ക് നീ മെത്രാനെതിരെ അപകീർത്തി പറയുകയാണോ, ഇത് ശാപം ഉണ്ടാകാനല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഓടിക്കുക അവിടെ നിന്ന് ചെയ്തത്. അങ്ങനെ അന്ന് മുതലാണ് പിന്നെ ഇവിടെ ആരെയും ചേർത്തിട്ടില്ല. ഇത് തെക്കുംപാറ രൂപതയായിട്ട് മാത്രം നിലകൊള്ളുന്നു. മറ്റു രൂപതയിൽ നിന്ന് വിവാഹം കഴിക്കുന്നവരെ രൂപതയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് ഒരിക്കലും കത്തോലിക്ക സഭയുടെ നിയമത്തിലില്ല. ഇപ്പോൾ കോട്ടയം രൂപത നടത്തിക്കൊണ്ടിരിക്കുന്നത് തികച്ചും വഞ്ചനയാണ്. മാമോദീസ വഴി ഓരോരുത്തരും യേശുവിൻ്റെ മൗലിക ശരീരത്തിൻ്റെ ഭാഗമാകുന്നു എന്നാണ് ഞങ്ങളെ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോട്ടയം രൂപതയിലുള്ള ഓരോരുത്തരും യേശുവിൻ്റെ ഭാഗങ്ങളാണ്. യേശു അവരിൽ മാമോദീസ വഴി ജീവിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരാളെ പുറത്താക്കുക എന്ന് പറയുന്നത് അനീതിയും വിശുദ്ധ ബൈബിളിനെതിരും കത്തോലിക്ക സഭയ്ക്കും എതിരായിട്ടുള്ള ഒരു നടപടിയാണ്. എൻ്റെ അറിവും പഠനവും അനുസരിച്ച് 40-നും 55-നും ഇടയ്ക്ക് പ്രായമുള്ള വളരെയധികം യുവാക്കൾ വിവാഹിതരാകാതെ കോട്ടയം രൂപതയിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് സ്വവംശ വിവാഹനിഷ്ഠ പാലിക്കണം എന്നുള്ള നിഷ്കർഷം മൂലം മറ്റൊരു സ്വന്തം സമുദായത്തിൽ നിന്ന് വിവാഹിതരാകാൻ സാധിക്കാത്ത ആളുകൾ മറ്റു സമുദായങ്ങളിൽ ചേക്കേറാൻ അല്ലെങ്കിൽ മറ്റു സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ സമുദായം അനുവദിക്കാത്തതുകൊണ്ടും കുടുംബങ്ങളിൽ കലഹങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ടും പലരും ഈ വിഷയത്തിൽ നിന്ന് സമുദായം വിട്ട് വിവാഹം കഴിക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് സഭ വളരാത്തത്. ഇതൊരു അധോലോക തന്ത്രമാണ്. അതായത് അണ്ടർവേൾഡ് തന്ത്രം, ബ്ലാക്ക് മെയിലിംഗ്. ഇപ്പം അധോലോകത്തിനൊരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ അത് നിയമാനുസൃതമാക്കാൻ അവരെ ഭീഷണിപ്പെടുത്തി രേഖകളുണ്ടാക്കും. അത് തന്നെയാണ് ഇവരും ചെയ്യുന്നത്. ഈ ആവശ്യമായിട്ട് ഒരാൾ സമുദായ സഭ പുരോഹിതരെയോ രൂപതയോ സമീപിക്കുമ്പോൾ അത് നിയമാനുസൃതം അവർ യാതൊരുവിധ നിയമതടസ്സമുള്ള കാര്യമല്ല. കൂദാശ സ്വീകരിക്കാൻ അവർ കത്തോലിക്ക സഭയുടെ നിയമം അനുസരിച്ച് പരിപൂർണമായും യോഗ്യരാണ്. പക്ഷേ ആ നിയമത്തെ അതിജീവിക്കാൻ വേണ്ടി അവരിവരോട് പറയും, നിങ്ങൾ രൂപത പുറത്തു പോകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അത് അവരുടെ ആവശ്യമല്ല ഇവരുടെ ആവശ്യമാണ്, പക്ഷെ അവരെ കൊണ്ട് എഴുതി മേടിക്കും. എന്നിട്ട് അത് വെച്ച് പിന്നെ അതാണ് വേറെ സംഗതി. ഈ പറയുന്ന ഈ വിക്ടിംസ്, ഈ ഇരകൾ തെറ്റിത്തിരിഞ്ഞ് നടന്ന് പല വടക്കുംപാവരുടെയോ ലത്തീൻ്റെ പള്ളിയിലൊക്കെ പോയി അവിടെ ചെന്ന് അവിടെ കൈക്കൂലി കൊടുക്കണം. 15,000 മുതൽ 2 ലക്ഷം രൂപ വരെയാണ് ഈ തെക്കുംപാവിൻ്റെ അല്ലാത്തൊരു ഇടവക്കാർ ഇവരോട് കാശ് മേടിക്കുന്നത്. എനിക്കറിയാവുന്ന പല കേസുകളുണ്ട്. 15,000 മിനിമം, ചിലടത്ത് 25,000. അടുത്തടുത്ത് 2 പള്ളികളുണ്ടെങ്കിൽ ഇവർ വില പേശാൻ വേണ്ടി 15,000 ഉള്ളിടത്ത് പോകും. ഇതൊക്കെയാണ് ഈ ആധ്യാത്മികതയുടെ പേരിൽ ഇവിടെ നടക്കുന്നത്. അങ്ങനെ അവരെ കൊണ്ട് എഴുതി വാങ്ങിപ്പിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇവർ നടപ്പാക്കുന്നതാണ് ഈ എൻഡോഗമി.